സ്വർണ്ണ കള്ളക്കടത്ത്, കൊലപാതകം, മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ. കേരള പോലീസിലെ ഉന്നതർക്കെതിരെ ഇടതുപക്ഷത്തിന്റെ നിലമ്പൂരിലെ സ്വതന്ത്ര MLA ഉന്നയിച്ച ആരോപണങ്ങളുടെ എണ്ണം അങ്ങനെ നീളുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ കരുളുറപ്പോടെ അങ്ങനെ രംഗത്ത് വന്നിരിക്കുന്ന അൻവറിന് ഇപ്പോൾ MLA സ്ഥാനം ഒരു ബാധ്യതയാണോ? പോലീസിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ സംവിധാനത്തിൽ കുത്തഴിഞ്ഞ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും ഇതാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന് നൽകിയ സംഭാവനയെന്നും നിലമ്പൂർ MLA ആയ PV അൻവർ തുറന്നടിച്ചിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ മനമെടുത്ത അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പാർട്ടിയെ സംബന്ധിച്ച വിശദവിവരങ്ങൾ ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി രൂപീകരിക്കുമ്പോൾ MLA സ്ഥാനം തടസ്സമാവുകയാണെങ്കിൽ രാജിവെക്കുമെന്നും പോരാട്ടമാണ്, അതിൽ സ്ഥാനം വിഷയമല്ല എന്നും അൻവർ പറയുകയാണ്. നിയമസഭയിൽ തനിക്ക് അനുവദിക്കുന്ന കസേരയിലിരിക്കും, സ്പീക്കർ തീരുമാനിക്കട്ടെ എന്നും കത്ത് കൊടുക്കുന്നില്ല എന്നുമാണ് അൻവറിന്റെ പുതിയ തീരുമാനം. അതിന്റെ പണിയിലായി, നിങ്ങളൊരു ഒഴിവ് തരുന്നില്ലല്ലോ. ഞായറാഴ്ച നമ്മളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അതിൻ്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, നമ്മളൊരു സ്ട്രാറ്റജി പബ്ലിക്കുമായി നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അതിൽ ജനങ്ങളിലേക്ക് നമ്മളത് വിടും. അതിനുശേഷം ജനങ്ങൾക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തും. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പാർട്ടിയുടെ ഫൈനൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും അത് എന്താ പറയുക സീൽ ചെയ്യുകയും ചെയ്യാം. പങ്കുവെക്കും മഞ്ചേരി ജസീല ജംഗ്ഷനിൽ. അത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ എല്ലാ നല്ലവരുടെ മനുഷ്യരും. 6-ാം തീയതി ഈ വരുന്ന സൺഡേ വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരി ടൗണിൽ ജസീല ജംഗ്ഷനിലെ ബൈപ്പാസിലുള്ള വലിയ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്തിലാണ് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ല എങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു അൻവറിന്റെ പ്രസംഗം. സമ്പൂർണ്ണ സ്വതന്ത്രനായി മത്സരിച്ചാലും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള കളമൊരുക്കാനുള്ള ശ്രമങ്ങളും അൻവറിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. പ്രസംഗത്തിന്റെ ഭൂരിഭാഗ സമയവും മുൻ ആരോപണങ്ങൾ ആവർത്തിക്കാനാണ് ചെലവഴിച്ചത്. വർഗീയവാദിയെന്ന ആരോപണമായി CPM അടങ്ങിയ പ്രചാരണത്തെ ചെറുക്കാൻ തന്റെയും കുടുംബത്തിന്റെയും മതനിരപേക്ഷ പശ്ചാത്തലം വിശദമായി തന്നെ അദ്ദേഹം വിവരിക്കുകയും ചെയ്തു. 5 നേരം നിസ്കരിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്നും അതിന്റെ പേരിൽ 4 പേർ ചേർന്ന് ചാപ്പ കുത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ 2 ഏരിയ കമ്മിറ്റികളാണ് CPM-നുള്ളത്. നിലമ്പൂർ, എടക്കര കമ്മിറ്റികൾക്ക് കീഴിൽ അൻവറിനെതിരെ കഴിഞ്ഞ ദിവസം പ്രകടനവും നടന്നിരുന്നു. ഇതിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയരുകയും ചെയ്തു. എന്നാൽ ഈ 2 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ പ്രകടനത്തിൽ പങ്കെടുത്തവരെക്കാൾ കൂടുതൽ ആളുകൾ പൊതുയോഗത്തിൽ അണിനിരത്താൻ അൻവറിനായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പുതിയ പാർട്ടി എന്ന തീരുമാനം അൻവർ ഉറപ്പിക്കുമ്പോൾ വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.